വെൽക്കം ടു മൈ ചാനൽ ദ ബ്ലഡ് സ്റ്റുഡിയോ. ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് ഫേസ് സിറം അവൈലബിൾ ആണ്. വൈറ്റമിൻ സി, നിയാസിനമൈഡ്, ഹൈലറോണിക്, പെപ്റ്റൈഡ്, സൾഫാർബുട്ടൈൻ, അങ്ങനെ ലിസ്റ്റ് ഓഫ് നെയിംസ് അങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം കൂടെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇതിൽ ഏത് വാങ്ങണം, എങ്ങനെ യൂസ് ചെയ്യണം, എല്ലാം കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറെ ചോദ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണിത്. നമുക്ക് മേജർ ആയിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കുറച്ച് സീറംസിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫേസ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിറം, നിയാസിനമൈഡ്, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സിറംസിന്റെ. ഇവ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് 3-4 സിറങ്ങൾ. അപ്പം എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാ, ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം ഈ സിറം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ആക്നെ, ഫൈൻ ലൈൻസ്, ഡൾനെസ്, പിഗ്മെന്റേഷൻ, ഇങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്കിൻ പ്രോബ്ലംസിന് വേണ്ടിയാണ് ഈ സീറം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫേസ് സിറം ഒരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയാണ്, പക്ഷെ കുറച്ച് തിക്കർ ആയിരിക്കും. ജെല്ല് പോലെയല്ല, അതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് ഒരു ലിക്വിഡ് ഫോമിലുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. ഓരോരുത്തരുടെയും സ്കിന്നിന്റെ കണ്ടീഷനും ടൈപ്പ് ഒക്കെ അനുസരിച്ച് നമുക്ക് ഈ ഒരു ഫേസ് സിറം ചൂസ് ചെയ്യാവുന്നതാണ്. ഈ സിറം ഒരു സിംഗിൾ ഇൻഗ്രീഡിയന്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു കമ്പൈൻഡ് ഇൻഗ്രീഡിയന്റ് ആയിട്ടും വരുന്നതാണ്. അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ വേരിയസ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇതിന്റെ കൺസിസ്റ്റൻസിയിലും അതിന്റെ തിക്നെസ്സിലും ഒക്കെ മാറ്റം വരും. ഇനി ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി ഏജിങ് ഉണ്ട്, പിഗ്മെന്റേഷൻ ഉള്ളതുണ്ട്, ഡൾനെസ് ഉണ്ട്, അതുപോലെ ഹൈഡ്രേഷൻ, ഇങ്ങനെയുള്ള കുറേയുള്ള ഫേസ് സിറംസ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്നത് ആഫ്റ്റർ ക്ലൻസിങ് യുവർ ഫേസ്, അതായത് ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് മുഖമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫേസ് സിറം എന്ന് പറയുന്നത്. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നു. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് സിറംസ് നോക്കാം. ഫസ്റ്റ് തന്നെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി. നിങ്ങൾ ഏത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും അവർ പറയും വൈറ്റമിൻ സി അപ്ലൈ ചെയ്യണം എന്നുള്ളത്. വൈറ്റമിൻ സി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏർലി സൈൻസ് ഓഫ് ഏജിങ്, സൺ ഡാമേജ്, പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, ആക്നെ മാർക്സ്, ഡൾനെസ്, ഇതൊക്കെ ഫേസിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത്. നമുക്കിത് രാവിലെ അല്ലെങ്കിൽ രാത്രി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഡൗട്ടാണ് എത്ര ml നമ്മൾ യൂസ് ചെയ്യണം. നമുക്കൊരു 3-4 ഡ്രോപ്പ് മതി. ജസ്റ്റ് ആ ഒരു പമ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് മെയിൻ ആയിട്ട് ഹൈഡ്രേഷൻ ആണ് തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഡൾനെസ് കുറയ്ക്കും. നമ്മുടെ ഫേസിന്റെ ഒരു എലാസ്റ്റിസിറ്റി ഇല്ലേ, അത് നിർത്തി സോഫ്റ്റ് ആയിട്ട് ഫേം ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈലറോണിക് ആസിഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇത് രാവിലെ രാത്രി അപ്ലൈ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1-1.5 ഇയർ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ലൊരു മാറ്റം തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നും കൂടെയാണ്. എനിക്ക് സ്കിന്ന് കുറച്ചും കൂടെ പ്ലംബ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്തിട്ട്. വൈറ്റമിൻ സി ഉപയോഗിക്കാറുണ്ട്, അതിന്റെ കൂടെ തന്നെ ഈ ഇതും കൂടെ യൂസ് ചെയ്യുന്നു. ഇന്ന് ഈ വീഡിയോ പറയുന്ന സിറംസ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമേ ചെയ്യുന്നത്. എനിക്ക് കൊള്ളാൻ തോന്നിയ സിറത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് നിയാസിനമൈഡ്. നിയാസിനമൈഡ് നമ്മുടെ ഫേസിലുള്ള ലാർജ് ആയിട്ടുള്ള പോർസ് ഇല്ലേ, അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ, അൺഈവൻ സ്കിൻ ടോണൊക്കെ ഒന്ന് സോഫ്റ്റൻ ചെയ്യാൻ, അതുപോലെ തന്നെ ആക്നെ മാർക്സ് റെഡ്യൂസ് ചെയ്യാൻ, അതിനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തത് എന്റെ മുഖത്തുള്ള ആക്നെ മാർക്സും കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നായിരുന്നു കേട്ടോ. ഞാനിത് മോർണിംഗ് ആൻഡ് നൈറ്റും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മോർണിംഗ് ആൻഡ് നൈറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ ഫേസിലുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും കൂടെ റിമൂവ് ചെയ്യാൻ നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ പറയാവുന്നത് അധികം ആരും അങ്ങനെ യൂസ് ചെയ്യാത്തതാണ് ആൽഫ-ആർബുട്ടൈൻ ആൻഡ് പെപ്റ്റൈഡ്സ്. ആൽഫ-ആർബുട്ടൈൻ മെയിൻലി യൂസ് ചെയ്യുന്നത് UV റേസിന്റെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എളുപ്പമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്നിലുള്ള മെലാസ്മ, എനിക്ക് മെലാസ്മയുണ്ട്, എന്റെ ഫേസിൽ ഈ മൂക്കിന്റെ ഭാഗത്ത് മെലാസ്മയുണ്ട്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആൽഫ-ആർബുട്ടൈൻ യൂസ് ചെയ്യുന്നത്. വെയിലും കൂടെ അടിക്കുമ്പോഴേക്കും നന്നായിട്ട് ഇത് കൂടും. പ്രത്യേകിച്ച് ചൂടുകാലമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഈ ഒരു ഭാഗം ഡാർക്ക് ആയിട്ട് വരും. കുറച്ചും കൂടെ അത് ഏരിയ കവർ ആവുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നതോട് കൂടെ അതിന്റെ ഒരു പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് ആ ഏരിയ ഒന്ന് ചെറുതായിട്ട് വരുന്ന പോലെ തോന്നി. ഫ്രീ റാഡിക്കൽ, സൺ ഡാമേജ്, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ആൽഫ-ആർബുട്ടൈൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് കൊളാജൻ പ്രൊഡക്ഷൻ കൂടെ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് രാവിലെ അല്ലെങ്കിൽ രാത്രി യൂസ് ചെയ്യാം. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള ഒറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് റെറ്റിനോളുമായിട്ട് മിക്സ് ചെയ്യരുത്. റെറ്റിനോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇതൊരു ആന്റി ഏജിങ് ആണ്. പ്രത്യേകിച്ച് ഒരു 30കളൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഈ റെറ്റിനോൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മുടെ മുഖത്തുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് റെറ്റിനോൾസ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു റെറ്റിനോളിന്റെ കൂടെ ആൽഫ-ആർബുട്ടൈൻ കമ്പൈൻ ചെയ്യാൻ പാടില്ല. സോ നിങ്ങൾക്ക് ആൽഫ-ആർബുട്ടൈൻ രാവിലെ അപ്ലൈ ചെയ്തിട്ട് റെറ്റിനോൾ നിങ്ങൾക്ക് നൈറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പെപ്റ്റൈഡ്സ് ആണ്.
പെപ്റ്റൈഡ്സ് ആർ മെയിൻലി യൂസിങ് ഫോർ ആന്റി ഏജിങ് ആൻഡ് ഏർലി സൈൻസ് ഓഫ് ഏജിങ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്കിന്നിലുള്ള പ്രോട്ടീൻ ബ്ലോക്സ് ബിൽഡ് ചെയ്യുക. അത് നമുക്ക് ഏജ് ആവുന്നവർ നമ്മുടെ പ്രോട്ടീൻ ബ്ലോക്സ് കുറഞ്ഞു വരും. ഇത് അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഫൈൻ ലൈൻസ് റിങ്കിൾസും കുറയ്ക്കുകയും കൂടെ ചെയ്യും. അപ്പം അത് പെപ്റ്റൈഡ്സിന്റെ മെയിൻ നിങ്ങൾക്ക് മൾട്ടി പെപ്റ്റൈഡ്സ് അവൈലബിൾ ആണ്. AHA BH അങ്ങനെ കുറെ ഇതിലുള്ള വേരിയസ് ആയിട്ടുള്ള പെപ്റ്റൈഡ്സ് അവൈലബിൾ ആണ്. പക്ഷെ അധികം ആരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സാധാരണ AM PM റൊട്ടീനിൽ പെപ്റ്റൈഡ്സ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പെപ്റ്റൈഡ്സ് ആർ ഐഡിയലി യൂസിങ് ഫോർ നമ്മുടെ നൈറ്റ് PM റൊട്ടീനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഈ പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. ഈ സെറങ്ങളെല്ലാം എല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിക്കണമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അങ്ങനത്തെ ആവശ്യമില്ല. നിങ്ങളുടെ സ്കിൻ കൺസേൺ ഏതാണോ, നിങ്ങളുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ ഏതാണോ, നിങ്ങൾക്ക് കുറച്ചുകൂടി ബ്രൈറ്റനും വേണോ, പിഗ്മെന്റേഷൻ കുറയ്ക്കണോ, ബ്രൈറ്റ് ആവണമെങ്കിൽ സൺ ഡാമേജ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള വൈറ്റമിൻ സിയിലേക്ക് പോകാം. എല്ലായിടത്തും അവൈലബിൾ ആണ് വൈറ്റമിൻ സി. അത് നിങ്ങൾക്ക് അതിലേക്ക് പോകാം. അല്ല സ്കിന്നിൽ ഇപ്പം കുറച്ച് ഡൾനെസ് ആണ്, ഒരു മുഖം ആകെ ഡള്ളായിട്ടിരിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈലൂറോണിക് ആസിഡ് യൂസ് ചെയ്യാം. ഏജിങ്ങിന്റെ സയൻസ് വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെപ്റ്റൈഡ്സ് നൈറ്റിൽ യൂസ് ചെയ്യാം. അതുപോലെ റെറ്റിനോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റെറ്റിനോൾ ഇതിലെങ്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ റെറ്റിനോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ നാട്ടിലിരിക്കുന്ന റെറ്റിനോൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമാണ്. അതിന്റെ സീറം കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അതിന്റെ ക്രീം ഫോംസ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമാണ്. അപ്പൊ അത് കണ്ടിട്ട് ഡോക്ടറെ കണ്ടിട്ട് അതുപോലെ യൂസ് ചെയ്യാം. വൈറ്റമിൻ സി, നിയാസിനമൈഡും ആൽഫ അർബുട്ടൈനും ഒക്കെ നിങ്ങളുടെ AM റൊട്ടീനിൽ ഒരുമിച്ച് ഉൾപ്പെടുത്തുക. അതൊന്നും ഒന്നിനോടൊന്നും ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. ആദ്യം നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഹൈലൂറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാം. ഹൈലൂറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാം. ദെൻ ആൽഫ അർബുട്ടൈൻ അപ്ലൈ ചെയ്യാം. നിയാസിനമൈഡ്, വൈറ്റമിൻ സി അങ്ങനെ കൊണ്ടുപോകാം. ഇതും ഒന്നും കമ്പൈൻ ചെയ്യുന്നതിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ ഇതെല്ലാം ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ ഏതാണോ, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ, നിങ്ങൾക്ക് ഏതിലാണ് കൺസേൺ ഉള്ളത് അതിനനുസരിച്ചുള്ള സെറം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഒരു ചെറിയൊരു ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് സെറത്തെ കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടും ചെറുതാക്കിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് റിയലി ഹെൽപ്ഫുൾ ഫോർ യു. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.